കൂട്ടുകാരെ, ശശി ശ്രീഭദ്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ മണിച്ചേട്ടൻ്റെ ആണ്ടാണ്, 10ാമത്തെ കൊല്ലാണ്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ കുടുംബസമേതം മണിച്ചേട്ടനെ കാണാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. അവിടെ പോയുള്ള വീഡിയോട് നിങ്ങൾക്ക് സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ കുഞ്ഞു കുടുംബം ഇതാണ്, നമ്മുടെ ഓട്ടോറിക്ഷയാണിത്. അപ്പോൾ അതിലാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ ഒരു കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചിരിക്കും, കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വാ. നമ്മൾ മണിച്ചേണ്ട അടുത്തേക്കുള്ള പോവാ. അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവാം. ഓർക്കല്ലേ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് സമർപ്പിക്കാൻ പോകുന്നു. ചേട്ടനെ കാക്കല്
ഫോട്ടോ എടുക്കാം. എങ്ങോട്ടാണെങ്ങോട്ടാടി തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിന്റെ വെട്ടം കളയരുതേ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ പള്ളിക്കൂടത്തിൽ അകമ്പടിയില്ലാതെ പള്ളിക്കൂടത്തിൽ അകമ്പടിയില്ലാതെ മിന്നാമിനുങ്ങേ പ്പല്ലേ കുട്ടേട്ടാനില്ലാത്തോരോണം വേണ്ട ഇക്കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ തണ്ടും തടിയും പോയി ആടുമേലിഞ്ഞില്ലേ തണ്ടലോടിഞ്ഞു നടുകും പോയി പുരാ നോക്കി കീടപ്പല്ലേ കുട്ടേട്ടൻ കുഞ്ഞാതൂനാശിച്ചിട്ടെന്താ കാര്യം ഇക്കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേ நீங்க நல்லா பாடுனீங்க, எனக்கு ரொம்ப பிடிச்சிருச்சு. நீங்க மணி அண்ணாவோட மிகப்பெரிய ஃபேனா? തീർച്ചയായിട്ടും മണിച്ചേട്ടനായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓ, നീங்க മണി അണ്ണാ കൂടെ പ്രോഗ്രാം பண்ணிருக்கீங்க? ഒരേ സ്റ്റേജിൽ പരിപാടി ചെയ്യാൻ പറ്റി. അത് ഏറ്റവും വലിയൊരു ഭാഗ്യം. ഞാൻ 30 വർഷമായിട്ട് നാടൻപാട്ടും മറ്റ് സിനിമ പാട്ടൊക്കെ ആയിട്ട് പോകുന്നു. ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്. അത് തമിഴാണ് പാട്ട്. തമിഴ്, அந்த தமிழ் பாட்டு கொஞ்சம் பாட முடியுமா? പന്നിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. അതില് പാട്ട് എഴുതിയുള്ളത് വിജയ് തഞ്ചാവൂർ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരനാണ് എഴുതിയുള്ളത്. ഒരു ஸ்லோ பாட்டாണ്. சரி சரி பரவாயில்ல. கைஸ் பார்த்தீங்கன்னா இவர் என்ன சொல்ல வர்றாருன்னா, இவர் வந்து தமிழ் படத்தில் ஒரு பாட்டு பாடியிருக்கோமா, அது நமக்காண்டி இப்போ பாட போகிறோமா? படம் மலையாளம். படம் மலையாளம், பாட்டு தமிழ். ஓகே ஓகே. அந்த படம் வந்து மலையாள படம், ஆனால் வந்து பாட்டு வந்து தமிழா? சரி தமிழ். என்னை விட்டு போகாதையே ராசா கண்ண குட்டி, என்னை விட்டு போகாதையே
ഒന്നെ വിട്ട് പിരിഞ്ച സോഹം നെഞ്ചത്താക്കേ എന്തൻ നെഞ്ചത്താക്കേ എന്നെ വിട്ടു പോകാതെയേ രാസാ കണ്ണക്കുട്ടി എന്നെ വിട്ടു പോകാതെയേ. ഇതാണ് അതിന്റെ ആദ്യത്തെ. സൂപ്പറാ ഇருக்கு. ഉங்க പേര് സുനിൽ തൊഴിയൂര്. ഗുരുവായൂരാണ് സ്ഥലം. ഗുരുവായൂരിന്റെ അടുത്ത് തൊഴിയൂർ എന്ന് പറഞ്ഞ സ്ഥലം. நீங்க வந்து ப்ரொஃபஷனல் சிங்கரா? പ്രൊഫഷണലായിട്ട് നാടകത്തിൽ എല്ലാ ഇടത്തിലും പോയി പാടുവീங்க? റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കും. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, മണിച്ചേട്ടനായിട്ട് പാടാൻ പറ്റിയതാണ്. പാടാൻ പറ്റി. മണിച്ചേട്ടൻ മരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ആർട്ടിസ്റ്റുകളൊക്കെ അന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. കാരണം നമ്മൾ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ഉള്ള സമയത്താണ് മണിച്ചേട്ടൻ മരിക്കുന്നത്. മണിച്ചേട്ടൻ മരിക്കുന്ന സമയത്ത് നമ്മൾ തിരുവനന്തപുരത്താണ് പ്രോഗ്രാം ചെയ്യുന്നത്. ആ ഒരു വലിയ വിഷമം. മണിച്ചേട്ടനെ ലാസ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. ഒരുപാട് പേർക്ക് വളരെ ഉപകാരങ്ങളും നല്ല കാര്യങ്ങളും മാത്രം ചെയ്യുന്ന ഒരു മണിച്ചേട്ടൻ. ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് മണിച്ചേട്ടനോട് ഇത്രയും 10 വർഷമായിട്ടും എനിക്ക് തോന്നുന്നില്ല വേറൊരു കലാകാരന് കിട്ടാത്തൊരു വലിയ ഭാഗ്യമാണ് ഇന്നും മണിച്ചേട്ടന് കിട്ടുന്നത്. അതേപോലെ മണിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് 10 വർഷമായിട്ടും ഇത്രയും തിരക്കുണ്ടെച്ചെങ്കിൽ അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അറിയാം. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇന്നും ഈ ജനറേഷനും മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഏറ്റെടുക്കുന്നുണ്ട്. കാരണം ഞാനൊക്കെ ഇപ്പോഴും വേദിയിൽ ഇന്നലെ അടക്കം പാടുമ്പോഴും ഈ ചെറിയ കുട്ടികൾ ചോദിക്കുന്നത് മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ്. അവർ യൂട്യൂബിലൂടെയും അതേപോലെ സിനിമയിലൂടെയും കേട്ട ആ പാട്ടുകൾ തന്നെയാണ്. ഒരുപാട് കണ്ണിമാങ്ങ പ്രായത്തിൽ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ അതുപോലെ ഒരുപാട് പാട്ടുകൾ ഇപ്പം നേരത്തെ നമ്മളവിടെ പാടിയ മിന്നാമിനിങ്ങ എന്നുള്ള പാട്ട് അതൊക്കെ ഇപ്പോഴും ഈ ജനറേഷനും ഏറ്റെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ മരിക്കുന്നില്ല. മണിച്ചേട്ടൻ അതാണ് ലാസ്റ്റ് പറയാറ്. എല്ലാവരുടെ മനസ്സിലും അദ്ദേഹം ഇന്നും ജീവിക്കുന്നു, പാട്ടുകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ കൂടിയിട്ടാണ്. ശരി, താങ്ക് യു. താങ്ക് യു. അല്ലല്ല ചേട്ടൻ്റെ കൊടുത്ത ആടിക്കരഞ്ഞില്ലേ ചാലക്കുടി മണ്ണിൻ മടിയിൽ ഉണരാതെ നീ ഉറങ്ങുമ്പോഴും. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ മണിച്ചേട്ടൻ്റെ കണ്ട് എല്ലാവരും കാര്യങ്ങൾ ചെയ്ത് ഇവിടെ മണിച്ചേട്ടൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് കാണാം. നമുക്ക് ഇത് ചേട്ടൻ്റെ വീട് കാണിച്ചുതരാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോയാൽ ഓക്കെ. എല്ലാവരും ഇതിൽ കണ്ടിട്ടുണ്ടാ? ഇത് കോസ്റ്റ്യൂ ചാനലിൻ്റെ മെയിൻ ആളിന്. അപ്പൊ നല്ലൊരു സ്നേഹമുള്ള ആളിന് നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ചത് ശരിക്കും ഇവിടെ മണിച്ചാണ്ട് എനിക്ക് കിട്ടില്ല. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതെ, പുള്ളിനെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ പരിചയപ്പെട്ടതാണ്. എൻ്റെ അടുത്തൊന്ന് സംസാരിച്ച് എനിക്ക് വളരെ സന്തോഷം. കാര്യം നിങ്ങളെപ്പോലെ ഒരുപാട് പേര് നമ്മളെ കാണുന്നുണ്ടെന്നല്ല, അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ചേട്ടനെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. എല്ലാവരും വീഡിയോസൊക്കെ ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. താങ്ക് യു. പാട്ട് പാടാനായിട്ട് നമുക്ക് പാട്ട് പാടാൻ ഞാൻ കൂട്ടായില്ലേ. അപ്പൊ ചേച്ചിയും കറച്ചിട്ടുണ്ട്, ഞാനും കറച്ചിട്ടുണ്ട്. വരാൻ അങ്ങനെ ഞാൻ വന്ന് സ്റ്റേജിൽ കയറി ഞാൻ 4 വഴി പാടി പാട്ട് പാടിക്കോട്ടായിരുന്നു. പാടുന്നു ഞാൻ പാടി പാവത്തമ്പലത്തിലെ പാട്ട് പാടി അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കയ്യിലിട്ട് പറഞ്ഞു എൻ്റെ കഞ്ഞിന് മണ്ണിടൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ വിചാരിച്ചിട്ടല്ല പാടി സ്റ്റേജിൽ സമ്മാനം പ്രൈസ് വാങ്ങിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ പാട്ട് പാടാനായിട്ട് പാടി സമ്മാനമൊക്കെ ഞാനിപ്പോൾ എന്തിട്ട് തരാം എന്ന് ചോദിച്ചിട്ട് ഒന്നും പേന കിട്ടുന്ന ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചിട്ട് തന്നെ എനിക്ക് തന്നതൊരു ബൊക്കയാണ്. ആൾക്ക് കിട്ടിയ ബൊക്ക മേടിച്ചതിൻ്റെ കഴിച്ചിട്ട് നമുക്ക് കിട്ടിയത് ഒരു സ്വർണ്ണമാല പോലെ അപ്പം നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടാണ് ഇയാളെ കാണാനായിട്ട്. അപ്പം അന്ന് വന്നപ്പോൾ നമുക്ക് അവനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ മരണം അതാ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. എന്തോരം പൊട്ട ആൾക്കാരുണ്ട്. നല്ല മനുഷ്യനെ കൊണ്ടുപോയില്ലേ, എത്ര ആൾക്കാർക്ക് സഹായങ്ങളും ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യനായിരുന്നു.
നമുക്കങ്ങനെ ഒരു ഇത് വന്ന് നമുക്ക് ഇപ്പോഴും കണ്ണീരും ഇതായിട്ട് നമ്മൾ നടക്കല്ല. ഇപ്പോഴും ആ ഒരു പേര് പറയുമ്പോൾ സിനിമയിലൊക്കെ കാണും, ടി വിയിലൊക്കെ കാണുമ്പോൾ നമ്മൾ മരിച്ചിട്ടില്ല, മണി മരിച്ചിട്ടില്ല എന്നല്ലേ നമ്മൾ വിചാരിച്ചിട്ട്. അപ്പം മരിക്കാത്തൊരു മണിയാണ് ഇപ്പോഴും നമ്മളുടെ മനസ്സിലുള്ളത്. അപ്പോൾ എന്നും നിലനിൽക്കട്ടെ എന്ന് ആ ഒരു ഓർമ്മ എല്ലാവരും ഉള്ളിലുണ്ടാവട്ടെ എന്ന്. ശരി. കാലമതി കാലെ പോയതാണ്, മേലെ കണ്ടത്തിൽ വിത്തറിയാനായി കാലമതി കാലെ പോയതാണ്. ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ, ഉണ്ണിടമ്മ ഇന്നെവിടെ പോയി? കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് കാലമതി കാലെ പോയതാണ്. കണ്ടോ നാട്ടാരെ കണ്ടോ എന്നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കാലമതി കാലെ കൂരേന്നു പോയില്ലേ, തിരികെ വന്നപ്പോൾ കണ്ടില്ലോളെ, തിരികെ വന്നപ്പോൾ കണ്ടില്ലോളെ, തിരികെ വന്നപ്പോൾ കണ്ടില്ലോളെ. മിനുങ്ങൾ മിന്നി മറഞ്ഞു മണിമുത്തേ, ഇങ്കാരി പെണ്ണുങ്ങൾ കണ്ണു കരഞ്ഞു കരഞ്ഞു മണിമുത്തേ. കുറ്റാണ്ട് പാണം കെട്ടണമ്മ, വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണമ്മ. അത്തം കഴിഞ്ഞാലോ ഓണം വരുമെന്ന് ഇമ്മിനി നാളായി തെറ്റൻ ചൊല്ലി പറയറിയേ. തെക്കേപ്പുറത്തെ പ്രാവും കൊണ്ടൊക്കെ വരിക്കച്ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്ന പേ ചക്ക മുറിച്ചിടുന്ന. அக்கா உங்கள் பேர் என்னக்கா? உங்கள் பேர் என்னக்கா? நிமிஷா. எல்லா வருஷம் வருவீங்களா நீங்கள் இங்கே? வருவார். കഴിഞ്ഞ വർഷം வந்துட்டாங்க. 2 வாரத்தை பேசுவீங்களா அண்ணாவை பற்றி? മണിച്ചേട്ടൻ നമ്മ എല്ലാവർക്കും പെരുസു தான். മലയാളം തമിഴ് ഇൻഡസ്ട്രിയിൽ പെരുന്ത് വിളങ്ങിയ മഹാ നടൻ. എന്നെ 0 ലെവലിൽ നിന്നും ഭയങ്കരமான பெரிய விசாலமாയിട്ടുള്ള ഫിലിം ഇൻഡസ്ട്രിയിൽ பெரிய மகா நடனாரு கலாபவன் மணிச்சேட்டன். அந்த 10ஆம் ஆண்டுக்கா நம்ம இங்கே சந்திக்க போகிறோம். மணிச்சேட்டன் அவர்கள் பாடியிருக்காரு பெரிய பெரிய ஃபிலிம் சாங்ஸ் இந்த ஃபிலிம் இண்டஸ்ட்ரி. நீங்கள் மணி அண்ணாவை பார்த்துருக்கீங்களா? இல்லை, இது இல்லை. நோ. மணி அண்ணாவோட ஏதாவது ஒரு பாட்டு பாட முடியுமா? மணிச்சேட்டன் சரி. ഇക്കൊല്ലം നമ്മക്ക് ഒണല്ലടി കുഞ്ഞേച്ചേ, കുട്ടട്ടൻ തീരെ കിടപ്പിലല്ലേ, തണ്ടും താടിയും പോയി ആളും മേലിങ്ങില്ലേ, തണ്ടലോടുങ്ങി മുതുകും പോയി. കുട്ടട്ടൻ നമ്മക്ക് ഉടപ്പീറപ്പല്ലേ, കുട്ടട്ടനില്ലാത്തോരോണം വേണ്ട. ഇക്കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ, കുട്ടട്ടൻ തീരെ കിടപ്പിലല്ലേ, മുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ, വയറ് കത്തിയാളി എൻ്റെ കൊടല് കത്തണുമാ, പ്രാണം വെടഞ്ഞിട്ട് ദൈവേ ഓണം പാഴാക്കണമാ. ഞാനൊരു പൂക്കളിട്ടു, കാലത്തൻ്റെ അമ്മയും പൂക്കളിട്ടു, അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളൊണ്ടും പൂക്കളിട്ടു, കണ്ണെഴുതിയിട്ട് പൊട്ടു തൊട്ടിട്ട് പുള്ളി കുത്തിയിട്ട് ദൈവേ കണ്ണാടിയിൽ നോക്കാൻ. അച്ഛനെ വേണോടി നിനക്ക് അത്തായം വേണോടി, അത്തായം വേണ്ട എനിക്ക് പൊന്നേ,
എൻ്റെ അച്ഛനെ മാത്രം മതി. നിമിഷ. നമ്മഞ്ഞ് കാണാൻ പോകുന്നത് നമ്മുടെ മണിച്ചാൻ്റെ പാടിയാണ്. കാണാനാണ് പാടി. അവിടെ പാട്ടിൽ മുത്തൊക്കെ ഉണ്ട്. കൂട്ടുകാരെ, നമ്മുടെ മണിച്ചേട്ടൻ ഇതിലാണ്, ഇവിടെയാണ് വയ്യാണ്ട് കിടന്ന്. ഇവിടെ നിന്നാണ് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയതും ഒക്കെ. ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. ചേട്ടൻ ഒരുപാട് ചോറ് ഭക്ഷണം വെച്ച് കഴിച്ച അടുക്കളയാണ് കാണുന്നത്. ഒരുപാട് ആൾക്കാർക്ക് അന്നം കൊടുത്ത കയ്യാണ്. ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും ആ സങ്കടം മാറിയിട്ടില്ല. ചേട്ടൻ്റെ വയ്യാണ്ടായി കിടന്ന സ്ഥലമാണിത്. പിന്നെന്താ പറയുക, കൂട്ടുകാരെ നമുക്ക് ഇനി പാടിയിലേക്ക് പോവാം. പാടിയിൽ പരിപാടികളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ കുറച്ച് നേരം പോയിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ പേര് കഴിഞ്ഞില്ലെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ മണിച്ചേട്ടൻ കെട്ടിപ്പിടിച്ച് വളർത്തി വെള്ളം കൊടുത്ത് വളർത്തിയ ഇതിൻ്റെ മരത്തിൻ്റെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ ജാതിക്കുണ്ട്. നമ്മുടെ മണിച്ചേട്ടൻ കഴുകി വളർത്തിയ മുതൽ വളർത്തിയിട്ട് ചേട്ടൻ മേടിക്കുമ്പോൾ ഉണ്ടായിരുന്നതാണ്. ചേട്ടൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒന്നും കൂടി പച്ചപ്പ് വന്ന മുതലാണ്. ചേട്ടൻ തഴുകി ഉണർത്തിയൊരു മുതലാണ്. നമുക്ക് വായനശാലയിലേക്ക് പോവാം. ക്യാമറ അസിസ്റ്റന്റ് അവരിങ്ങനെ കണ്ടുകൊണ്ട് അണ്ണൻ അവിടെ നിൽക്കുന്ന അണ്ണനെ വിളിച്ചുകൊണ്ട് നടുവിൽ നിൽക്കണതെന്തിനാ വീടും കൂടി കള്ളക്കൊഴും നേരത്ത് നട്ടം കണ്ടപ്പോ ഉണരും കാക്കുന്നതും നോക്കണം ആർക്കും പോരിഞ്ഞതുപോലെ കണ്ടിട്ടും ഞങ്ങൾ ചേട്ടൻ്റെ ഗ്ലാസ് പായസം കുടിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പിരിയാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും എൻ്റെ മക്കളൊക്കെ കൂടി പായസം കുടിക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവണം. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ കുഞ്ഞൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക.
പോലൊരു പെണ്ണിനെ